രോഹിത്തിനെ പറ്റി എന്തായാലും വ്യക്തമായ തെളിവ് കിട്ടിയല്ലോ. അതെ അച്ഛാ, സുസ്മിതയുടെ ത്യാഗവും പ്രാർത്ഥനയൊക്കെ ദൈവം കാണുകയും കേൾക്കുകയും ചെയ്തതാവും. അതിന് ഈ ഫുട്ടേജ് കൊണ്ട് എന്താ കാര്യം? രോഹിത്തിനല്ലേ എനിക്ക് വേണ്ടത്. നിക്ക് സുസ്മിതേ, രോഹിത്തിന് സംഭവിച്ച എന്താണെന്ന് നമുക്ക് അറിയണ്ടേ? എന്താ നടന്നെന്ന് അറിയണമെന്ന് പറഞ്ഞാ എന്നെ അവിശ്വാസം ഉള്ളത് പോലെയല്ലേ? ഞാനാണോ രോഹിത്തിനെ? നീ എന്ന് അടങ്ങു സുസ്മിതേ. അവിടെ എന്താ നടന്നെന്ന് കണ്ടെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. കണ്ടില്ലേ ഭാമാൻഡി, എന്നെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ ഇത്? മോളെ, അങ്ങനെ നീ കരുതല്ലേ. അത് ഒരിക്കലും കാണില്ലാന്ന് ആരോ കരുതിയ ദൃശ്യങ്ങൾ. വിഷ്ണുട്ടാ, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്താ? പഞ്ചകൈലാസത്തിലെ ശിവക്ഷേത്രത്തിൽ നമ്മൾ പ്രതിഷ്ഠിച്ചത് സിദ്ധൻ ജപിച്ചു തന്ന യന്ത്രമല്ല. പിന്നെ ആ യന്ത്രം മനഃപൂർവ്വം മാറ്റിവെച്ചു. പകരം വെച്ച മറ്റൊരു യന്ത്രമായിട്ടാ നമ്മൾ പഞ്ചകൈലാസത്തിലേക്ക് പോയത്. ഈ വീട്ടിലെ പൂജാമുറിയിൽ നിന്ന് ആ യന്ത്രം മാറ്റിവെക്കണമെങ്കിൽ അത് ആരാ ശാലിനി? എനിക്ക് ഒരാളെ സംശയമുള്ളൂ. നേരാ. ഇവിടെ തിരിച്ചെത്തിയത് മുതൽ അവളുടെ പെരുമാറ്റത്തിലെ മാറ്റം ഞാനും ശ്രദ്ധിച്ചതാ. അത് അവള് തന്നെയാന്ന് എനിക്ക് ഏതാണ്ട് ഉറപ്പാ. അല്ല, സിദ്ധൻ ജപിച്ചു നൽകിയ യന്ത്രം ഇപ്പൊ എവിടെയാ? അത് അമ്മയെ കണ്ടെത്തിയത്. അമ്മ അത് പഞ്ചകൈലാസത്തിലെ ശിവക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ ഏറ്റിട്ടുണ്ട്. അപ്പൊ പ്രീതിയുടെ ഈ അവസ്ഥയ്ക്ക്, രോഹിത്തിനുണ്ടായ അപകടത്തിന് എല്ലാത്തിനും കാരണക്കാരി അവളാ. അവളൊരൊറ്റൊരുത്തി. ശാലിനി, ഇത് ഇപ്പൊ തന്നെ പോയി അമ്മയോട് പറയാം. വിഷ്ണുട്ടാ, നിക്ക്, വേണ്ട. ശാലിനി, പ്രീതിയുടെ കാര്യം ഇപ്പൊ സത്യാമ്മയ്ക്ക് അറിയില്ല. അതുകൊണ്ട് അക്കാര്യം പറയാനാവില്ല. ഇവിടെ അവള് യന്ത്രം മാറ്റിവെച്ചതിന് നമ്മുടെ കയ്യിൽ തെളിവുമില്ല. സത്യാമ്മയുടെ കണ്ണിൽ അവൾ ഇപ്പോഴും പുതുമോടി മാറും മുമ്പ് ഭർത്താവിനെ സൂയിസൈഡ് പോയിന്റിൽ കൈവിട്ടു പോയ ഒരു പാവം ഭാര്യ. അവിടെ നമ്മൾ എന്ത് പറഞ്ഞാലും വില പോകാൻ പോകുന്നില്ല. ഇത്രയും കുടില ബുദ്ധിയോടെയാണ് അവൾ ഈ യാത്രയ്ക്ക് ഇറങ്ങിയതെങ്കിൽ രോഹിത്തിനെ കാണാതായതിന് പിന്നിലും തീർച്ചയായും അവളുടെ കൈയുണ്ടാവും. സൂയിസൈഡ് പോയിന്റിനും ചുറ്റിനുള്ള സ്ഥലങ്ങളിലെ CCTV ഫുട്ടേജ് അല്ലേ വിഷ്ണുട്ടന്റെ പെൻഡ്രൈവില്? ഇതിനുള്ളിൽ തന്നെ ഉണ്ടാവും വിഷ്ണുട്ടൻ. രോഹിത്തിനെ ഞാൻ കൊക്കയിലേക്ക് തള്ളിയിടുന്നതും കൊക്കയുടെ വിളിമ്പിൽ പിടിച്ചു കിടക്കുന്നവനെ വീണ്ടും അവിടേക്ക് ചവിട്ടിയിടുന്നതും ഒക്കെ ഞാൻ നശിച്ചു. ദൈവമേ,
ശാലിനിയും വിഷ്ണുവേട്ടനും ഇപ്പൊ കണ്ടു കാണും. എന്താ എന്തു പറ്റി മോളെ? വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ. രോഹിത്തിന്റെ കാര്യം ഓർത്തിട്ടാ. വെള്ളവും മറ്റോ വേണോ മോളെ? കുറച്ച് വെള്ളം. ആ ജഗ്ഗിങ് എടുത്തോ അമ്മ. വെള്ളം കുറച്ച് കൂടുതൽ കുടിക്കേണ്ടി വരും ഇന്ന് സുസ്മിത. എന്താ ഇത്? അവനെന്താ ഇത്രയും താമസിക്കുന്നത്? അത്രയും നേരം എന്റെ ആയുസ് നീട്ടിക്കിട്ടി. അമ്മ ഇങ്ങ തന്നേക്ക്. ഈശ്വര, ഈ ഭൂമി തുറന്ന് പാതാളത്തിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. എന്താ മോളെ, നിനക്ക് എന്താ പറ്റിയേ? ഈ തള്ളയ്ക്ക് കുറച്ചു നേരം ഒന്നും മിണ്ടാതിരുന്നൂടെ? മനുഷ്യനിവിടെ തീക്കുണ്ടത്തിന് നടുക്ക് നിൽക്കുമ്പോഴാ അവരുടെ ഒരു കെയറിങ്. ദാ വന്നല്ലോ. ഭാവനാന്റെ ഡ്രോയിന്ന് പിസ്റ്റൾ എടുക്കണോ അതോ ഞാൻ തന്നെ ഇതെടുത്ത് തലയിലേക്ക് നിറയൊഴിക്കണോ? മോനെ കിട്ടിയോ? കിട്ടിയച്ച.
രോഹിത് സൂയിസൈഡ് പോയിന്റിൽ നിന്നും വീഴുന്നതിന് മുമ്പുള്ള ദൃശ്യങ്ങൾ പൂർണ്ണമായിട്ടും CCTV പതിഞ്ഞിട്ടുണ്ട്. കൊല അല്ലെങ്കിൽ കയറ് ഉറപ്പായി. എന്നിട്ട് പറ. പക്ഷെ രോഹിത് എങ്ങനെ കൊക്കയിൽ വീഴുന്നത് മാത്രം ദൃശ്യങ്ങളിലില്ല. അതെങ്ങനെയാണോ? കുറച്ചുകൂടി മുന്നോട്ട് പോ. എന്താ ഇത്? എടോ ഒന്ന് മാറ്റി, താനൊന്ന് ഫോർവേഡ് ആക്ക്. ആമേന്റി, ഞാൻ പറഞ്ഞതല്ലേ ആമേന്റി, അതൊന്നും നോക്കി വെറുതെ സമയം കളയണ്ടാന്ന്. രോഹിത്തിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്താന്നുള്ളതാ ഇപ്പൊ പ്രധാനം. സാറല്ലേ, നീ വാ. ഇവിടെ ഞാൻ തന്നെ ജയിച്ചടി. നീയൊന്നും കൂട്ടിയാ കൂടില്ലടി സുസ്മിതയ്ക്കെതിരെ. അടുത്തതായി കാലന്റെ കയർ കുരുക്കി വെച്ചിരിക്കുന്നത് നിന്റെ കഴുത്തിന്. തടയാമെങ്കിൽ നീ തടഞ്ഞു. നീ നിന്റെ വിഷ്ണുവേട്ടനും. ഇതുകൊണ്ടൊന്നും അവസാനിച്ചു എന്ന് കരുതണ്ട നീ. സൂയിസൈഡ് പോയിന്റിലെ പ്രധാന ക്യാമറ ഫുട്ടേജ് മാത്രമാണിത്. മറ്റുള്ള ക്യാമറയിലെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുക. പിന്നെയും പെട്ടോ? മഞ്ഞും മഴയൊന്നും എപ്പോഴും രക്ഷയ്ക്കെത്തിന്ന് വരില്ല. ഇവിടെ നിന്നിങ്ങനെ വീരവാദം മുഴക്കാതെ കഴിയുമെങ്കിൽ പഞ്ചകൈലാസത്തിലെ താഴ്ചയിൽ നിന്ന് രോഹിത്തിനെ കണ്ടെത്തി കൊണ്ടുവരാൻ പറയാങ്ങളെ. മകളെ, അവസാന നിമിഷം അവള് കയ്യിൽ നിന്ന് വഴുതി അച്ഛാ. പൂട്ടണം മക്കളെ. ഇത്രയും ദ്രോഹം ചെയ്തവളെ സർവ തെളിവുകളോടെ പൂട്ടണം. ഇനി ജയിലിലേക്ക് അയക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അച്ഛനെന്തെങ്കിലും കടുകയും ചെയ്യേണ്ടി വരും കേട്ടോ. ആ
മോളെ ഞാന് യന്ത്രവുമായി പോവുക പഞ്ചകൈലാസത്തിലേക്ക്. ഇപ്പോഴോ? എത്രയും പെട്ടെന്ന് ശിവക്ഷേത്രത്തിൽ ഇത് സ്ഥാപിക്കണം മോളെ. അത്രയും പെട്ടെന്ന് ദോഷങ്ങൾ ഒഴിയട്ടെ. നിന്റെ സത്യാമ്മ കാണുന്നതിന് മുമ്പ് ഇത് ഇവിടുന്ന് കൊണ്ടുപോകണം. ഞാൻ ഇറങ്ങാൻ നിൽക്കാം മോളെ. അമ്മ, എന്നാലും സത്യാമ്മയോടൊന്ന് പറയാതെ എങ്ങനെയാ? അത് ആമാൻറ്റി കണ്ടില്ലെങ്കിലും എല്ലാം കണ്ടോണ്ട് ഇവിടെ ഒരാളുണ്ട് ശാരദാമ്മേ. എന്തായാലും സത്യാമ്മയോടൊന്ന് പറഞ്ഞിട്ട് പോയാ മതി. വീഡിയോ കോള് കണക്ട് ആവുന്നില്ല ഭാമേ. നെറ്റ് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഭാമേ, പ്രീതി പൂജയൊക്കെ സമാധാനമായിട്ട് ഇങ്ങോട്ട് വരട്ടെ. എന്തിനാ വെറുതെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യം ചെയ്യുന്നേ? അവളെ ഒന്ന് കാണണമെന്ന് വല്ലാത്ത കൊതി തോന്നുക. അത് കാണാമല്ലോ. അവൾ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. സത്യമേ, ഞാനെന്നാ പൊക്കോട്ടെ. പ്രീതി കൂടി ഒന്ന് വന്നിട്ട് പോയാ പോരെ? അത് ആ ആമാൻറ്റിക്ക് പ്രീതിയെ കാണണമെന്ന് തോന്നുന്ന പോലെ ശാരദാമ്മയ്ക്കും മക്കളെ കാണണമെന്ന് തോന്നിക്കാണും. വന്നിട്ട് 2-3 ദിവസമായില്ലേ? അല്ലേ ശാരദാമ്മേ? അതെ. ആരും അറിയാതെ സിദ്ധം ജപിച്ച് തകിടുമായിട്ട് പോവല്ലേ? ശരിയാക്കി തരാം. എന്നാ പൊയ്ക്കോ. പ്രീതി വന്ന ശേഷം ഇങ്ങോട്ടൊന്ന് ഇറങ്ങണേ. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോകാനുണ്ടെന്ന്. സാറല്ലേ, ഞാനും കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങും ശാരദാമ്മേ. രാജേട്ടനടുത്ത് ആരുമില്ല. ശാരദാമ്മ, മോനെ, ഞാനെന്നാ വാ. ശാരദാമ്മേ, അങ്ങനെ അങ്ങ് പോയാലെങ്ങനെയാ?